ഇതിന് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് പെട്ടെന്ന് വരികയും മറ്റുള്ളവരുടെ വർഷങ്ങളായിട്ട് റിസൾട്ട്സ് കാണാതിരിക്കുന്നതിന്റെയും കാരണം അതാണ്. കുറച്ച് പട്ടിഷോ കാണിക്കണം, നമുക്ക് ആളുകളെ മുന്നേ ഷർട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടിരിക്കണം, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ കുറച്ചൊന്ന് നമ്മളെ നോക്കണം. ഇത് ഹായ് ബോയ്സ്, ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവന്റെ ലൈഫിന്റെ ഏതെങ്കിലും ഒരു സമയത്തിൽ അവൻ ജിമ്മിൽ കയറിയിട്ടുണ്ടാവണം. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മോട്ടിവേഷൻ കയറിയിട്ട് ഒരു 2 ദിവസം പോയി അല്ലെങ്കിൽ ഒരാഴ്ച പോയിട്ട് അത് നിർത്തുന്നുള്ളായിരിക്കും പലരും. ഈ പരിപാടി ഏതാണ്ട് ഒരു പകുതി വഴി വെച്ച് നിർത്തിയിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതെന്തായാലും അവരുടെ ലൈഫിലൊരു അങ്ങനത്തെ സ്റ്റേജ് ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും ഒന്നാം തീയതി പിടിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരും, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് ജിമ്മിൽ പോകാനായിട്ടുള്ളൊരു തടസ്സം ഉണ്ടാകുന്ന സമയത്ത് ഇനിയിപ്പോൾ 1-ാം തീയതി ആകുമ്പോൾ പോവാം എന്നുള്ള പറയുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. നാളെ പറ്റില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം, വല്ലാത്ത ക്ഷീണം. ആയിക്കോട്ടെ, പക്ഷെ ഈ റെസ്റ്റ് എന്നും വേണ്ടി വരുമോ? ഇല്ല, വർക്കിംഗ് ഡേയ്സിൽ മാത്രം. അങ്ങനെ പോവാതിരുന്നിട്ട് പിന്നെ അത് പകുതി വഴി വെച്ച് നിർത്തുന്നത് വേണമൊക്കെ അങ്ങനെയുള്ള ആളുകൾ കുറെ പേരുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ജിമ്മിൽ പോവാത്തവരോട് പിന്നെ ഒരു ബഹുമാനവും, കാര്യം അവർക്കൊരു ഉറച്ചൊരു തീരുമാനവും. അതേസമയം ഈ ആളെ പറ്റിക്കാനാണ് എന്തരാണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ പോണുണ്ട്, പക്ഷെ ഇപ്പം ജിമ്മിൽ പോണ് എന്നല്ല കാര്യം, എന്തിനു പോണ് എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് വെറുതെ സംസാരിച്ച് സമയം കളയാനോ അല്ലെങ്കിൽ ഫോണിൽ കുത്തി അവിടെ ചെന്നിട്ട് പബ്ജി കളിക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ പോയി അവിടെ പോയിരുന്ന് പബ്ജി കളിക്കും. ചോദിക്കുമ്പോൾ ജിമ്മിൽ പോകണം, നല്ല ബോഡി ഉണ്ടാക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിട്ടും പൈസയുടെയും റിസോഴ്സസും ഇല്ലാത്തതിന്റെ ആ ഇഷ്യൂ കൊണ്ട് നിർത്തിയിട്ട് പോണ കുറെ പേരെ എനിക്കറിയാം. വീട്ടിൽ പല പ്രശ്നങ്ങൾ കാണുമായിരിക്കും, എന്നാലും ജിമ്മിൽ പോകണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള നല്ല ഡയറ്റിനുള്ള ഒരു ആഹാരം വാങ്ങിക്കാനുള്ളൊരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി കണ്ടീഷൻ അവർക്ക് ഉണ്ടായിരിക്കില്ല. അവരൊക്കെ വീട്ടിൽ ചിലപ്പം ചില സമയത്തൊക്കെ വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിന്നണം. അതൊക്കെ ഈ യൂട്യൂബിൽ ആരെങ്കിലും ഒക്കെ പറയും ഇന്ന് ഇത്ര മുട്ട തന്നെ കഴിക്കണം, അതൊക്കെ നമ്മൾ ഫാമിലി സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ നീങ്ങുന്നത്. ആ സമയത്താണ് ഇവിടെ ജിമ്മിൽ പോയി ഇത്ര 10,000-15,000 രൂപ ഫീസും കൊടുത്ത് അവിടെ പോയി, അതായത് എറിയണവന്റെ വടി കൊടുക്കൂല എന്ന് പറയണത് ചില സമയത്ത് വളരെയധികം അന്വർത്ഥമായിട്ട് പോകണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് കഴിവുള്ളവർക്ക് പല സമയവും അവർക്ക് എന്തോന്നും ആ റിസോഴ്സസ് കിട്ടാറില്ല. അതേസമയം ഉള്ളവര് വാരിക്കോരി കൊടുക്കുകയും ചെയ്യും. അപ്പോഴാണ് യവന്മാരെ ഈ കഴപ്പ് കാണേണ്ടി വന്നത്. ഈ പലരെയും പേര് വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും പറയാതെ പറയണത് വേറൊരു ഇതാണല്ലോ. ഞാൻ വലിയ കിടിലമാണെന്നൊന്നുമല്ല ഞാൻ പറയണത്. അത് എനിക്കും പല ആവശ്യങ്ങൾ വരും, വീട്ടിലെ കാര്യങ്ങൾ വരും, ഇനി എക്സാം വരും, അതേപോലെ വയ്യാതാവും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാനും പോവില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ തിരിച്ചു പോവും എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ തിരിച്ചു പോകുന്നത്. കാര്യം എനിക്കത് ആവശ്യമുണ്ട്. കാര്യം എനിക്കിങ്ങനെ മീഡിയോക്കറായിട്ട് ഇരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല. എനിക്ക് മറ്റുള്ളവരെ പോലെ മീഡിയോക്കറായിട്ട് ഒരു നോർമൽ ബോഡി വെച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാര്യം എൻ്റെ പൊട്ടൻഷ്യലും എൻ്റെ ജനറ്റിക്കായിട്ട് തന്നിട്ടുള്ള ആ ഗിഫ്റ്റ്സും നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വർക്കൗട്ടിനേക്കാൾ ഇപ്പം പലരും വന്നിട്ട് ആദ്യം ചോദിക്കുന്ന സാധനം വർക്കൗട്ട് എന്ത്, ഡയറ്റ് എന്തെന്നാണ്. വർക്കൗട്ടിനേക്കാളും ഡയറ്റിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ്, നമുക്ക് ആവശ്യമാണ്, നമ്മുടെ നീഡാണ്. നമുക്ക് ആ ഒരു ഫയർ ഉണ്ട് ഉള്ളിൽ, ശരീരം മാറ്റിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതിയായ ആഗ്രഹം ഉണ്ടായിരിക്കണം നമുക്ക്. Whatever you choose, free weights or machines, no one piece of equipment is capable of working magic. For optimal results, the single most important factor is intensity of effort. The results you realize will be totally dependent on the energy you put forth. ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണത്, നമ്മളെ ഇന്റൻസിറ്റി ഓഫ് എഫേർട്ട് എന്ന് പറയണം. എഫേർട്ട് ഇടാം, അത് എന്തുമാത്രം ഇന്റൻസ് ആയിട്ട് ചെയ്യണമെന്നുള്ളതിലാണ് അവിടെ കാര്യം. 10 റെപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് നമുക്ക് വെറുതെയും ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റ് ഇട്ട് നമുക്ക് സ്റ്റിമുലസ് ഉണ്ടാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് പതുക്കെ മസിൽ അറിഞ്ഞ് ചെയ്യുകയും ചെയ്യാം. അവിടെയാണ് ഇന്റൻസിറ്റി ഓഫ് എഫേർട്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് പെട്ടെന്ന് വരികയും മറ്റുള്ളവരുടെ വർഷങ്ങളായിട്ട് റിസൾട്ട്സ് കാണാതിരിക്കുന്നതിന്റെയും കാരണം അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന എഫേർട്ടിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയണം. നിന്റെ ആവശ്യമാണ്, നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ നീ അത് നേടിയെടുക്കണം, ഇല്ലെങ്കിൽ പോട്ട്, ഇല്ലെങ്കിൽ അതില്ല. അതിപ്പോൾ ജിമ്മിന്റെ കാര്യത്തിലാണെന്ന് ഞാൻ പറയാനില്ല. ഏതൊരു സാധനം എടുത്താലും നമുക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു വഴി കണ്ടെത്തും, നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം. അതിപ്പം ഒരു ആണെന്നുള്ളതല്ല, ഇപ്പം പെണ്ണായാലും നമുക്ക് അത്യാവശ്യം വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാര്യം ഈ ഒരു മോഡേൺ ഒരു ലൈഫ് സ്റ്റൈലും സൊസൈറ്റിയിലും നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കുറേ പേരെങ്കിലും ഇരുന്ന് ജോലി ചെയ്യണമുള്ളവരാണ്. ഈ ഇരുന്നിരുന്ന് ഇത്രയും മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണുണ്ട് ശരീരത്തിൽ. മുമ്പത്തെ ആളുകളെന്ന് പറഞ്ഞാൽ ഇരുന്ന് ജോലി ചെയ്യണവർ വളരെ കുറവായിരുന്നു. അവർ അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും അവർക്ക് ആവശ്യത്തിനുള്ള വിറവ് വെട്ടുകയോ അമ്മിയിലരയ്ക്കുകയോ മാവാട്ടുകയോ ഇങ്ങനത്തെ ഉള്ള വെയിറ്റ് എടുത്ത് ശീലിച്ച് ഒലക്കെ ഇട്ടിരിക്കുന്നതിന്
ചെയ്യുന്നതിനൊക്കെ എന്തുമാത്രം ആരോഗ്യം വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ബോൺ ഡെൻസിറ്റി, അതിനനുസരിച്ചുള്ള മസിൽസും ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഉള്ളൊരു സെറ്റപ്പ് ഇല്ല. നമുക്ക് എല്ലാം ഇപ്പൊ ഈസി ആണല്ലോ. നമുക്ക് മിക്സിയിൽ അരച്ചാൽ മതി, ഗ്രൈൻഡറിൽ അരച്ചാൽ മതി, എല്ലാം പെട്ടെന്ന് സെറ്റ് ആവില്ലേ. ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാമാർട്ട് എല്ലാം എളുപ്പത്തിന് കിട്ടിയില്ല. അപ്പം വലിയ നമുക്ക് എഫേർട്ട് ഇടണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മളും മാറണം. അപ്പൊ നമുക്കിപ്പോൾ ഏകമുള്ള ഒരു ഓപ്ഷൻ ശരീരത്തിന് നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മസിൽ ബിൽഡ് ആവാനായിട്ടും ബോൺ ഡെൻസിറ്റി കൂടാനായിട്ടും വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഭാവിയിൽ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. മറ്റേ ബൈജുവണ്ണന്റെ ലെഗിന്റെ വീഡിയോയിലൊക്കെ ഞാൻ അതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു പറയണത് നമ്മുടെ ജിമ്മാണ് നമ്മുടെ ജീവിതം, ജിമ്മാണ് നമ്മുടെ സെന്റർ ആക്കി നിൽക്കണമെന്നല്ല പറയാം. അങ്ങനെ കരിയർ ആയിട്ടുള്ളവർക്ക് അങ്ങനെ കരിയർ ചെയ്തു അല്ല, നമുക്ക് കുറച്ച് പട്ടിഷോ കാണിക്കണം, നമുക്ക് ആളുകളെ മുന്നേ ഷർട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടിരിക്കണം, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ കുറച്ചൊന്ന് നമ്മളെ നോക്കണം. ഇതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊരു സാധനം ഏറ്റെടുക്കുകയാണെങ്കിലും അതിലൊരു ആരംഭശൂരത്വമായി പോകല്, അത് മുഴുവിപ്പിച്ചിട്ട് നിർത്തണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒന്നാം തീയതി എന്നുള്ള ഒരു സെറ്റപ്പ്, അതിപ്പം ആരംഭശൂരത്വമാണ്. നമുക്ക് തുടക്കത്തിൽ വെച്ച് നോക്കും, ഇത് പാടാവുമ്പം അത് വെച്ചങ്ങ് നിർത്തും. പാടായിട്ടുള്ള ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാലേ നമുക്കത് എളുപ്പമാവുള്ളൂ. അത് ഏതൊരു കാര്യമായാലും അങ്ങനെയാണ്. ആരെങ്കിലും ചോദിച്ചാൽ ജിമ്മിൽ പോകണം എന്ന് പറയണം. ജിമ്മിൽ പോകണമെന്നല്ല പറയേണ്ടത്, വർക്കൗട്ട് ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ആ പോണ സമയം ഇന്റലിജന്റ് ആയിട്ട് കറക്റ്റ് ലോജിക്ക് ഉപയോഗിച്ച് കറക്റ്റ് വർക്കൗട്ട് മാത്രം സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്ത ചവറുകളെല്ലാം ഒഴിവാക്കി കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം എടുക്കണില്ല. ഇതാരും പറഞ്ഞു തരണില്ല. ഇത് എന്തോ ഒരു ട്രെൻഡ് പോലെ കുറേ വർക്കൗട്ടുകൾ, വേസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അതിനനുസരിച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. കാണാൻ കൊള്ളായിരിക്കും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ വേണം, അത്യാവശ്യം നല്ല സൂപ്പർ ബോഡി ഉണ്ടാക്കണം. അതാണ് നമ്മളെ ഉദ്ദേശം. അല്ലാതെ അവിടെ പോയി ഫോണിൽ കുത്തിക്കൊണ്ട് ആരടുത്ത് സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറയണില്ല. ആളുകളായിട്ട് സോഷ്യലൈസ് ചെയ്യണം, കുറച്ചൊക്കെ സംസാരിക്കണം. പക്ഷെ നമ്മളവിടെ പോകുന്നതിന്റെ കാതലായിട്ടുള്ള ഉദ്ദേശം മറന്നു പോകരുത്. ചില സമയത്ത് കാണുമ്പോൾ സങ്കടം തോന്നി. ഇത്രയും പൈസയും കൊടുത്ത്, പലർക്കും പൈസ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടായിരിക്കില്ല. അവരൊക്കെ ജിമ്മിൽ പോകാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അതേ സമയത്ത് 10,000-15,000 രൂപയും അവിടെ കൊണ്ട് കളഞ്ഞിട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നവന്മാരെ കാണുമ്പോൾ അടിച്ച് കയറ്റി കൊടുക്കാനാണ് തോന്നുന്നത്. സത്യമായിട്ടും പറയും, എന്റെ ഇമോഷൻ ആയിരിക്കും ഇതിങ്ങനെ പറയണ കാര്യം ഞാൻ സ്റ്റേജിൽ നിന്ന് വന്ന ഒരുത്തനാണ്, അതുകൊണ്ട് എനിക്കതറിയാം. കാര്യം ഇതിപ്പോ ഞാൻ എന്റെ വീഡിയോയിലെ തമ്മിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു ശരീരം ഉണ്ടാക്കാം. എന്തൊരു കുറഞ്ഞ സമയം എടാ, ഞാൻ 6-7 വർഷം എടുത്തിട്ടാണ് അത്യാവശ്യം ഈ ഒരു എന്ന് പറയാത്തൊരു ഡീസന്റ് ശരീരം തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ കുറഞ്ഞ സമയത്ത് വർക്കൗട്ട് തീർക്കാമെന്നാണ് പറഞ്ഞത്. ആ സാധനം ഒരിക്കലും എളുപ്പമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാം പാടാണ്. തുടക്കത്തിൽ എന്ത് സാധനം ചെയ്താലും പാടായിട്ട് തന്നെ വരുള്ളൂ. കറക്റ്റ് ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പം ഏതെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യണമെന്ന് വയ്ക്കുക, ഒരു 15 റപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് ചെയ്യണമെന്ന് വയ്ക്കുക. ഈ 15 റപ്പിൽ ഒരു 8-9 ഒക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് കടുത്തു തുടങ്ങി. പക്ഷെ 15 റപ്പ് ചെയ്യണമെന്നുള്ളൊരു ഗോള് നമ്മൾ വച്ചിട്ടുണ്ടെങ്കിൽ 15 റപ്പ് ഫിനിഷ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഉണ്ടാകണം. അതായത് ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറയും, മതി, ഏകദേശം ചത്ത് മതി, 15 അടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വോയിസിനെ ബീറ്റ് ചെയ്യാതെ ഒരിക്കലും ഒരുത്തരും രക്ഷപ്പെടില്ല. അതിപ്പം വർക്കൗട്ട് എന്ന പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, ഏതൊരു സാധനമാണെങ്കിലും. ഇപ്പം നമുക്ക് വീട്ടിൽ മുറിക്കകത്തിട്ട് തുണി കിടക്കണം, നമ്മൾ തുണി നനയ്ക്കാതെ ഒരാഴ്ചയായിട്ട് കിടക്കണം, അത് പിന്നെ നനയ്ക്കാം. അവിടെ നമ്മൾ നടന്നില്ല. ആ ഉള്ളിൽ നിന്നുള്ള ഒരു വോയിസ് നമുക്കറിയാം, നമ്മൾ ആ തുണി നനയ്ക്കണം, അത് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. മുറി എത്രയും പൊടിയായിട്ട് കിടക്കണം, അത് തൂത്ത് തുടയ്ക്കണം. അപ്പോൾ പറയും നാളെ ആവട്ടെ. അതിങ്ങനെ പറയണം, ഉള്ളിൽ നിന്നൊരു വോയിസ്, പിന്നെ നാളെ ആവട്ടെ, കുഴപ്പമില്ല, ഇപ്പം ചെയ്യണം. അതൊക്കെ നമ്മളെ ഡിസിപ്ലിനൊക്കെ ഇമ്പ്രൂവ് ആക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വർക്കൗട്ട് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത് ഫിസിക്കല് മാത്രമല്ല, നമുക്ക് മെന്റൽ ടഫ്നെസ്സും കൂടെ എടുക്കുകയാണ്. നമ്മൾക്ക് ആ ഒരു റപ്പ് ഫിനിഷ് ചെയ്യാനുള്ള മെന്റൽ ടഫ്നെസ് ബാക്കി കാര്യങ്ങളിലും കൂടെ നമുക്ക് ഇംപ്ലിമെന്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ അങ്ങനെ ആക്കി തരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എടാ, ഈ സാധനം പൈസ കൊടുത്താലൊന്നും ഒരിക്കലും കിട്ടൂല. ഒരു 50% പയ്യന്മാരെ ജിമ്മിൽ പോയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ, നല്ല ശരീരമുള്ള ഒരു പയ്യനെ കാണുമ്പോൾ അവന്മാർക്ക് ആ റെസ്പെക്റ്റും അവന്മാർക്ക് ആ ഒരു അസൂയം തോന്നാം. യവന്മാരെ കൊണ്ട് പറ്റാത്ത സാധനമാണ് നീ കാണിച്ചെടുത്തത്. യവന്മാരെ നമ്മളെ നോക്കണത്, അസൂയോടെ നോക്കണതിന്റെ നമുക്കൊരു വിജയമാണ്. ഈ സാധനം പൈസ കൊടുത്താൽ എവിടെയെങ്കിലും കിട്ടുമോ? അത്രയും പണിപ്പെട്ടാണ് നമ്മൾ ഓരോരുത്തർ ഈ ശരീരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത്രയും വർഷം, ഇത്രയും ഡയറ്റും നോക്കി, ഇത്രയും നമ്മുടെ സമയം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. സാധനം ഒരിക്കലും പൈസ കൊടുത്താൽ കിട്ടൂല. ഇതൊന്നും എന്തോന്നും മാജിക്കലി ഉണ്ടാവുന്ന സാധനമല്ല, സമയം എടുത്ത് പേഷ്യൻസ് എടുത്ത് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ആവശ്യമാണടാ. ഇതിപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്ന വർക്കൗട്ട് ചെയ്താലായാലും ശരി, ആര് പറഞ്ഞു തന്ന വർക്കൗട്ട് ചെയ്താലായാലും ശരി, നമ്മൾ ആര് പറഞ്ഞ ഡയറ്റ് ചെയ്താലായാലും ശരി, നമ്മളവിടെ ഉഴപ്പിയാലും നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. എല്ലാം ആലോചിക്കുക, നമുക്കത് വേണോ എന്ന് സ്വന്തമായിട്ട് ആലോചിക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ പരിപാടി ഇവിടെ വെച്ച് നിർത്തുക, വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നല്ല രീതിക്ക് പരിശ്രമിക്കുക. ടേക്ക് കെയർ ബോയ്സ്.